ലഹരി എന്ന മഹാവിപത്തിനെതിരെ കേരളം ഒന്നടങ്കം പോരാടുമ്പോൾ അതിലും വലിയ വർഗീയതയുടെ വിഷം കലർത്താൻ നോക്കുന്ന ആളുകളെ നമ്മൾ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു വീണ്ടും തൻ്റെ വർഗീയ അജണ്ടയും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം ലക്ഷ്യമിട്ടത് ഒരു ജനവിഭാഗത്തെയും നാടിനെ ലഹരി വിമുക്തമാക്കാൻ മുന്നോട്ടിറങ്ങിയ ഒരു സമുദായ നേതാവിനെയുമാണ്. കേരള ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ പദ്ധതിക്ക് പിന്തുണയുമായി സമസ്ത പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിലേക്ക് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്ററാണ് RV ബാബു പങ്കുവച്ചത്. നോക്കൂ, ഈ പ്രസ്താവന എന്തൊരു വിചിത്രവും അപകടകരവുമായ പ്രസ്താവനയാണിത്. ലഹരിക്ക് ഏതെങ്കിലും മതമുണ്ടോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും കടത്തുന്നവനും ക്രിമിനലുകളാണ്. അവരെ ഒരു പ്രത്യേക മതത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് ഇവിടെ മയക്കുമരുന്ന് കടത്തുന്നത് എന്ന് വിളിച്ചു പറയുന്ന RV ബാബു ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകൾ എവിടെയാണ് നടക്കുന്നത് എന്ന് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഗുജറാത്തിലെ തുറമുഖങ്ങൾ കോടികളുടെ മയക്കുമരുന്ന് പിടികൂടുന്നത് BJP ഭരിക്കുന്ന ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ നിന്നാണ്. ക്രിമിനലുകളുടെ പശ്ചാത്തലം നോക്കൂ. കൊച്ചിയിൽ മയക്കുമരുന്ന് കടത്തിയ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ ഗുജറാത്തിലെ ഭരണകക്ഷി നേതാക്കളുമായി ബന്ധമുള്ളയാളായിരുന്നു എന്ന് രാഷ്ട്രീയ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമുക്കറിയാം. യഥാർത്ഥ വസ്തുത അന്താരാഷ്ട്ര ലഹരി മാഫിയയും സാമ്രാജ്യത്വ ശക്തികളും നടത്തുന്ന ഇത്തരം ക്രിമിനൽ ശൃംഖലകളെ ഒരു മതത്തിൻ്റെ അക്കൗണ്ടിൽ എഴുതുന്നത് RV ബാബുവിനെ പോലെയുള്ളവരുടെ ഉള്ളിലെ വർഗീയ ചിന്താഗതി ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു മത നേതാവ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകുമ്പോൾ അതിനെ പ്രശംസിക്കുകയാണ് ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത്. എന്നാൽ RV ബാബുവിനെ പോലെയുള്ളവർക്ക് വേണ്ടത് ലഹരി വിമുക്ത കേരളമല്ല, മറിച്ച് മനുഷ്യര് തമ്മിൽ തല്ലുന്ന കേരളമാണ്. മയക്കുമരുന്നിനേക്കാൾ മാരകമായ വർഗീയ ലഹരിയാണ് RV ബാബു തൻ്റെ സോഷ്യൽ മീഡിയ വഴി ഇവിടെ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ എന്തിനാണ് മടിക്കുന്നത് എന്നുള്ളത്. ലഹരിക്കെതിരെയുള്ള നാടിൻ്റെ കൂട്ടായ്മയെ തകർക്കാൻ വർഗീയ കോമാളികളെ അനുവദിക്കാൻ പാടില്ല. ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. നമുക്കറിയാം, RV ബാബു ഇതിന്റെ മുമ്പ് ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹലാൽ മുദ്രയുള്ള ഭക്ഷണ സാധനങ്ങൾ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ വിദ്വേഷ പ്രചരണത്തെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് 2021 വിവാഹം സമുദായ വോട്ടുകളുമായി ബന്ധിപ്പിച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി പച്ച വിപ്ലവാഭിവാദ്യങ്ങൾ സഖാവേ എന്ന പോസ്റ്റിലൂടെ നടത്തിയ പരാമർശങ്ങളൊക്കെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ RV ബാബു ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടി അല്ലത്. ഇതാർക്കും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവർക്കൊക്കെ ഏത് ഭരണത്തിലാണെങ്കിലും അത് അവരുടെ BJP ഭരണം വേണമെന്നില്ല. ഇതിപ്പോൾ കേരളമാണല്ലോ, ഗുജറാത്തൊന്നുമല്ല. നേരെ മറിച്ച് അവരെന്ത് വർഗീയപരമായ സംഗതികൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അതിൽ എല്ലാ മുന്നണികളും കണക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായത്തെ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ തള്ളാം. പക്ഷെ ഇവിടെയൊക്കെ നഷ്ടമാകുന്നത്, ഇവിടെയൊക്കെ വലിയ പ്രതിസന്ധിയിലാകുന്നത് വർഗീയപരമായ ഇത്തരം ചേരിതിരിവിലൂടെ സമൂഹങ്ങൾ തമ്മിൽ തല്ലാനും അത്തരം വിഭാഗീയത ഉണ്ടാക്കാനുമാണ് എന്ന് ലഹരിയേക്കാൾ വലിയ വിപത്താണ് വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം പ്രസ്താവനകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനൊക്കെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. ജിഫ്രി തങ്ങളും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവര് കാണുകയും ജിഫ്രി തങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ആ ഒരു കാര്യത്തെ മാത്രം നോക്കിക്കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അങ്ങനെ ഒരു പ്രസ്താവന ആ സമുദായ നേതാവിനെതിരെ ഇങ്ങനെ വർഗീയപരമായി നടത്തിയ സാഹചര്യത്തിൽ ഈ RV ബാബുവിനെതിരെ
നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം രമേശ് ചെന്നിത്തലക്കുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.